السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ തണലാണ് വിശുദ്ധ ഖുർആൻ. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, വഴിയറിയാതെ നിൽക്കുമ്പോൾ ഖുർആൻ നമുക്ക് വെളിച്ചം നൽകുന്നു. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ. മനുഷ്യരെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പുറത്തു കൊണ്ടുവരുന്നതിനായി അങ്ങയ്ക്ക് അവതരിപ്പിച്ചു തന്ന വിശുദ്ധ ഗ്രന്ഥമാണിത്. ഖുർആൻ കേവലം ഓതിപ്പോകാനുള്ളതല്ല, അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ളതാണ്. ഖുർആനുമായി ബന്ധപ്പെടുന്നവനാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാണ്. നാം ഓതുന്ന ഓരോ അക്ഷരത്തിനും അള്ളാഹു 10 ഇരട്ടി പ്രതിഫലമാണ് നൽകുന്നത്. ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ലാഭക്കച്ചവടമാണിത്. മൻ ഖറഅ ഹറഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ. അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരാൾ ഒരു അക്ഷരം ഓതിയാൽ അതിന് ഒരു നന്മയുണ്ട്. ഒരു നന്മ 10 ഇരട്ടിയാണ് ലഭിക്കുക. ഇന്നത്തെ തിരക്കു പിടിച്ച ലോകത്ത് സമാധാനത്തിനായി നാം ഒരുപാട് ഇടങ്ങളിൽ അലയുന്നു. എന്നാൽ യഥാർത്ഥ സമാധാനം അള്ളാഹുവിന്റെ വചനങ്ങളിലുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിലെ 28-ാം വചനം നോക്കൂ. അലാ ബിസിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവെ പറ്റിയുള്ള സ്മരണ കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. ശാസ്ത്രം പോലും അത്ഭുതപ്പെടുന്ന കൃത്യതയാണ് ഖുർആന്റേത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൽ ഒരു മാറ്റവും വരുത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇന്നാ നഹ്നു നസ്സൽന സിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും നാമാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ സംരക്ഷിക്കപ്പെട്ട സത്യത്തിനു വേണ്ടിയാവണം നമ്മുടെ സമയം മാറ്റിവെക്കേണ്ടത്. നാം ഖുർആൻ പഠിക്കാനായി ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അവിടെ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളികളിലോ വീടുകളിലോ ഇരുന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും അത് പരസ്പരം പഠിക്കുകയും ചെയ്യുന്നവർക്ക് മേൽ അള്ളാഹുവിന്റെ സമാധാനം, അള്ളാഹുവിന്റെ സക്കീനത്ത് ഇറങ്ങും. അവരെ കാരുണ്യം പൊതിയുകയും മലക്കുകൾ അവരെ വലയം ചെയ്യുകയും ചെയ്യും. നമ്മുടെ വീടുകളിൽ സമാധാനം നഷ്ടപ്പെടുമ്പോൾ അവിടെ ഖുർആൻ മുഴങ്ങട്ടെ, മലക്കുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഖുർആൻ ചെലുത്തുന്ന സ്വാധീനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായി ഉപമിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസി മധുര നാരങ്ങ പോലെയാണ്. അതിന് നല്ല മണമുണ്ട്, നല്ല രുചിയുണ്ട്. നമ്മുടെ സംസാരത്തിലും സ്വഭാവത്തിലും ആ മധുരം വരണമെങ്കിൽ ഖുർആൻ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാവണം. പരിശുദ്ധ ഖുർആൻ ഓതാൻ പ്രയാസപ്പെടുന്നവർ നിരാശരാകേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ യഖറഉൽ ഖുർആന വയതതഅതഉ ഫീഹി വഹുവ അലൈഹി ഷാഖുൻ ലഹു അജ്റാനി. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ പ്രയാസപ്പെടുകയും തപ്പിത്തടയുകയും ചെയ്യുന്നവർക്ക് 2 പ്രതിഫലമുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ദിവസവും കുറച്ച് സമയമെങ്കിലും അത് ഓതാനും ചിന്തിക്കാനും നാം സമയം കണ്ടെത്തണം. പരലോകത്ത് നമുക്ക് ശുപാർശകനായി ഖുർആൻ വരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഖബറിലെ ഇരുട്ടിൽ പ്രകാശമായി വരാൻ ഖുർആൻ മാത്രമേ ഉണ്ടാകൂ. അക്ഷരങ്ങൾ തെറ്റിയാലും സാരമില്ല. പഠിക്കാനുള്ള നമ്മുടെ ആഗ്രഹം അള്ളാഹു കാണുന്നുണ്ട്. ദിവസവും അല്പസമയമെങ്കിലും ഖുർആൻ നമ്മുടെ ചുണ്ടുകളിലും ഹൃദയത്തിലും ഉണ്ടാകട്ടെ. അള്ളാഹു നമ്മെ ഖുർആന്റെ ആളുകളിൽ ഉൾപ്പെടുത്തട്ടെ.